കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. രംഗത്ത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കോർപ്പറേഷൻ അനാസ്ഥ കാണിക്കുന്നുവെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ദിവസേന നിരവധി മൃതദേഹങ്ങൾ സംസ്കരിക്കാനെത്തുന്ന വെസ്റ്റ് ഹില്ലിലെ പൊതുശ്മശാനത്തിന്റെ നിലവിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ചൂളത്തറകൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാതെയായി. അതോടൊപ്പം ചൂടുതട്ടി മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളികൾ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ താൽക്കാലികമായി സജ്ജീകരിച്ച ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് താഴെയായി മൃതദേഹ സംസ്കരണം. കത്തിക്കുമ്പോഴാണ് തൊഴിഞ്ഞധികം വീഴുക. അങ്ങനെ മറ്റൊരു വീഴുകയാണെങ്കിൽ ഏതെങ്കിലും ഇത് ബോഡി കൊണ്ടുവന്ന് വരെ ബേല് പറ്റൂലേ, അതിനെക്കാട്ടും വലിയ സങ്കടമായി പോകും. പേടിച്ചുകൊണ്ട് അതിനുള്ളൊക്കെ പണിയെടുക്കുന്നു കേട്ടോ. നമ്മൾ പുറ പോയി കിടന്നിട്ടൊന്നും വീഴുന്നില്ല. പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പുല്ലെടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവിടെ വീഴുക. പിന്നെ അന്ന് ഫുള്ളും കൈയും കാലും വിറയ്ക്കും. രാത്രിയാകുമ്പോൾ ഒറ്റക്കാക്കി ആകുമ്പോൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വയ്യത്ത് ഇവിടുന്ന് തന്നെ കൊണ്ടുപോകണം. മൃതദേഹം സംസ്കരിക്കുന്നത് പുറത്തേക്കാക്കിയതോടെ പുക മൂലം പ്രദേശവാസികളും പൊറുതിമുട്ടുകയാണ്. ശ്മശാനത്തിന്റെ പരിസര പ്രദേശങ്ങളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. കാടുപിടിച്ച പ്രദേശങ്ങൾ മഴ ശക്തമായതോടെ കൂടുതൽ ദുസ്സഹമായി. കൂടാതെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുന്നവർക്ക് ശുചിമുറിയുടെ അപര്യാപ്തതയും ഇവിടെയുണ്ട്. ചിതയൊരുക്കുന്നതിനാവശ്യമായ ചിരട്ടയും മറ്റു വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന ഷെഡും പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ്. ഒരു ശ്മശാനം, നല്ല ഇരിപ്പിടം, ബാത്റൂം, എല്ലാ ദിവസവും വൃത്തിയാക്കൽ, ഇതിൻ്റെയൊക്കെ മാതൃകയാകേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെയുള്ളൊരു കെട്ടഴിഞ്ഞ സംവിധാനം. ആരാണ് ഈ ഓരോ വർഷവും കോർപ്പറേഷനിൽ നിന്ന് അനുവദിക്കുന്ന ഈ മാന്യമായ മാലിന്യമുക്തമായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലത്തെ കോടികൾ കൊണ്ട് മുക്കി അഴിമതി നടത്തിയവർ ആരാണ്? ഞങ്ങൾക്കത് അറിയണം. ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ബി.ജെ.പിയും രംഗത്തെത്തി. അടിയന്തരമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ശ്മശാനത്തിൽ ഒരുക്കണമെന്നാണ് ആവശ്യം. ജനം, കോഴിക്കോട്.